ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം കഞ്ഞിക്കുഴി, മണ്ണഞ്ചേരി, ചേർത്തലത്തെക്ക്, മാരാരിക്കുളം വടക്ക് എന്നീ 4 പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുത്ത വീടുകളിലാണ് ഭക്ഷണാവശിഷ്ടം ഉപയോഗിച്ചുള്ള മത്സ്യകൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. മത്സ്യവിസർജ്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും വെള്ളത്തിനൊപ്പം പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന തരത്തിൽ പ്രത്യേക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള ടാങ്കുകളാണ് ഈ കൃഷിയുടെ സവിശേഷത. ഇത്തരത്തിൽ പുറന്തള്ളുന്ന ജലം പച്ചക്കറി കൃഷിക്കും ഗുണകരമാണ്. 10 മുതൽ 20 സ്ക്വയർ മീറ്റർ വരെയാണ് ടാങ്കുകളുടെ വിസ്തൃതി. ഉയർന്ന ഗുണനിലവാരവും കൂടിയ പ്രതിരോധശേഷിയുമുള്ള മലേഷ്യൻ കൂരി, മഞ്ഞക്കൂരി, ഗിഫ്റ്റ് തിലേപ്പിയ, നാടൻ കാരി എന്നീയിനം മത്സ്യങ്ങളാണ് ഈ പദ്ധതിയിലൂടെ വീടുകളിൽ വളർത്തിയെടുക്കാൻ കഴിയുക. ആഹാരാവശിഷ്ടങ്ങൾ ചീഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് ഭക്ഷിക്കുന്ന മീനുകളെയാണ് വളർത്തുന്നത് എന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ടാങ്ക് നിർമ്മാണത്തിനും മറ്റുമായി ഒരു തവണ മുതൽ മുടക്കിയാൽ പിന്നീട് പാഴ്ചെലവുകൾ ഒന്നും തന്നെയില്ല എന്നതും ഈ കൃഷിയുടെ ആകർഷണ ഘടകമാണ്. ഓരോ വീടുകളിലും ഫിഷ് ടാങ്കുകൾ നിർമ്മിച്ച് അന്നന്നത്തെ അടുക്കളയിൽ നിന്ന് മിച്ചം വരുന്ന പദാർത്ഥങ്ങളും വേസ്റ്റായിട്ട് വരുന്ന പദാർത്ഥങ്ങളും ഭക്ഷണമായി നൽകി മത്സ്യങ്ങളെ വളർത്തി അത് ആ കുടുംബത്തിന് തന്നെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു കുടുംബ സ്വാശ്രയ പരിപാടി ആണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4-5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ 1.5 കിലോഗ്രാമോളം നമുക്ക് ആഹാര മാലിന്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നിനും ഉപയോഗിക്കാതെ ആരോഗ്യ പ്രശ്നത്തിലായിട്ട് കടന്നു വരികയാണ്. അപ്പോൾ ഒരു 4-5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഏറ്റവും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മാലിന്യ സംസ്കരണ പദ്ധതിയാണ്. നമ്മൾ ഈ അടുക്കള മാലിന്യം നേരിട്ട് ഭക്ഷിക്കുന്ന പങ്കേഷ്യസ് സ്പീഷീസിൽപ്പെട്ടുള്ള മത്സ്യങ്ങളാണ് നമ്മൾ വളർത്തുന്നത്. ഒരു വർഷം കൊണ്ട് 1.5-2 കിലോഗ്രാം തൂക്കം വെക്കുന്ന ഈ മത്സ്യം ഈ ആഹാര അവശിഷ്ടങ്ങൾ നേരിട്ട് ഭക്ഷിക്കുന്ന ഇനത്തിൽപ്പെട്ടവയാണ്. ഗാന്ധി സ്മാരക സേവാ കേന്ദ്രത്തിലെ 20ഓളം അംഗങ്ങളുടെ വീടുകളിൽ നടത്തിയ പരീക്ഷണ കൃഷി വിളവിന്റെ 100 മേനി സമ്മാനിച്ചു കഴിഞ്ഞു. 50,000 രൂപയോളം വരുന്ന പ്രാഥമിക ചെലവിൽ 30,000 രൂപ നബാർഡ് ഗ്രാൻഡായി ഗുണഭോക്താക്കൾക്ക് നൽകും. ഗ്രാമങ്ങളെക്കാൾ ഉപരി നഗരങ്ങളിലും മെട്രോ സിറ്റികളിലും ഈ പദ്ധതി പ്രയോജനകരമാകും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആവശ്യമായ ബോധവൽക്കരണത്തിനൊപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി മുന്നിട്ടിറങ്ങിയാൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉയർത്തുന്ന ഗുരുതരമായ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം പ്രവർത്തകരുടെ പ്രതീക്ഷ. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.